കൊയിലാണ്ടി ഗുരുദേവ കോളേജിലേക്ക് SFI ഉടൻ മാർച്ച് നടത്തും. SFI ഏരിയ പ്രസിഡന്റിനെ കോളേജ് പ്രിൻസിപ്പൽ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് മാർച്ച്. തന്നെ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറും പരാതി നൽകിയിരുന്നു. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, എന്താണ് ഈ പരാതിയുടെ വസ്തുത? SFIയുടെ നീക്കം എന്താണ്? സജിത്ത്, ഇന്നലെയാണ് കോളേജിൽ ഒരു സംഘർഷമുണ്ടായത്. കോളേജിലെ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ഹെൽപ്പ് ഡെസ്ക് നിർമ്മിക്കുന്നതിനായി SFI ഒരുങ്ങിയിരുന്നു. ഇത് കോളേജ് വരാന്തയിൽ തന്നെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാനാണ് ഒരുങ്ങിയത്. വിദ്യാർത്ഥികൾക്കും മറ്റുമൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സംശയ നിവാരണമൊക്കെയാണ് ലക്ഷ്യമെന്ന് വിദ്യാർത്ഥി യൂണിയൻ പറയുന്നു. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് കോളേജിന്റെ ക്യാമ്പസിനുള്ളിൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ കോളേജ് വരാന്തയിൽ ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് പ്രിൻസിപ്പൽ അറിയിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികളുമായി ഇത് സംബന്ധിച്ച വാക്കേറ്റമുണ്ടായി. പിന്നീടാണ് SFIയുടെ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി അഭിനവ് അടക്കമുള്ള ആളുകൾ ഈ കോളേജിലേക്ക് എത്തുന്നത്. ഇരുപക്ഷവും തമ്മിൽ, അതായത് പ്രിൻസിപ്പളും സ്റ്റാഫ് അഡ്വൈസർ രമേശൻ എന്നയാളും ഈ വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും പരസ്പരം മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ആദ്യം തനിക്ക് പരിക്ക് പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി സുനിൽ ഭാസ്കർ പ്രിൻസിപ്പൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അദ്ദേഹം പരാതി നൽകുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ പ്രിൻസിപ്പളും സ്റ്റാഫ് അഡ്വൈസറും ചേർന്ന് തങ്ങളെ മർദ്ദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളും ചികിത്സയിൽ പ്രവേശിച്ചു. ഇതിൽ SFI ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ ചെവിക്ക് ഗുരുതരമായ തകരാറുണ്ട്. കർണപടം പൊട്ടിയിരിക്കുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിനവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. എന്തായാലും രണ്ടുപക്ഷവും ഇന്നലെ തന്നെ പോലീസിൽ പരാതി നൽകുകയും പരസ്പരം കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഈ പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്തു നിന്നും പുറത്താക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ SFI മാർച്ച് നടത്താൻ ഒരുങ്ങുന്നത്. വലിയ പോലീസ് ബന്ദോബസ്താണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് കോളേജുകളാണ്, ഒന്ന് ഒരു എയ്ഡഡ് കോളേജും മറ്റൊന്ന് അൺഎയ്ഡഡ് കോളേജുകളുമാണ് ഒരേ ക്യാമ്പസിന്റെ രണ്ട് വശത്തായുള്ളത്. ഇതിൽ ഈ അൺഎയ്ഡഡ് കോളേജിലേക്കാണ് സമരം വരുന്നത്. അവിടെ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് തടഞ്ഞിട്ടുണ്ട്. കൊയിലാണ്ടിക്ക് സമീപമുള്ള എല്ലാ കോളേജുകളിലെയും വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി അവിടെ വിദ്യാർത്ഥികളെ കൂട്ടമായി ആക്കിയാണ് SFI പ്രവർത്തകർ ഇങ്ങോട്ട് മാർച്ച് ചെയ്ത് വരാൻ ഒരുങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ നടന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കോളേജിന് അവധിയാണ്. അധ്യാപകരടക്കം ക്യാമ്പസിൽ ഇല്ല. ഇന്ന് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമില്ല. മറ്റ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിൽ ഉള്ള വിദ്യാർത്ഥികളും ചേർത്ത് ഒരു മാർച്ചായാണ് അല്പസമയത്തിനകം SFI ഇവിടേക്ക് വരുന്നത്. സജിത്, അതാണ് അവിടെ നിന്നുള്ള സാഹചര്യം.